ഹായ് മക്കളെ, വണക്കം. രാവിലത്തെ ആക്ടിവിറ്റി, അതായത് നമ്മൾ വേക്കപ്പ് സോങ് ഒക്കെ കഴിഞ്ഞിട്ടും ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഉറക്ക നല്ല രീതിയിൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു പാട്ട് കേൾക്കുന്നു. 2 പിള്ളേർ എൻട്രി ചെയ്യുന്നു. അവരെല്ലാം കൂടിയൊക്കെ കളിച്ച് നടക്കുന്നു, ബൈക്കിൽ ചുറ്റി നടക്കുന്നു, പാർക്ക് നോക്കുന്നു, അങ്ങനെ നോക്കി ഏറ്റവും അവസാനം നമ്മുടെ ഹൗസ് മേറ്റ്സിനെ കാണിക്കുകയാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, വെബ് സീരീസിൻ്റെ പ്രൊമോഷനാണ്. അതെ, ഇത് പാർട്ട്സ്റ്റ്യൂഡ് എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ ശക്തിയും ഈയലുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും അവരും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഗാർഡൻ ഏരിയയിൽ നടുക്കിൽ ഒരു പാരച്യൂട്ട് ഉണ്ടാവും. എന്നിട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ പാരച്യൂട്ട് ആദ്യമേ തൊടുന്ന ആരോ, അപ്പോൾ എടുക്കുന്ന ആരാണോ അവരെ തടഞ്ഞിട്ട് അവരെ, അതായത് അപ്പുറത്ത് അവരുടെ ഏരിയയിൽ കടത്തി വിടാതിരിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഏറ്റവും അവസാനം ബോയ്സിൻ്റെ ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫണ്ണായിട്ട്, പിന്നെ കുട്ടികളുമായിട്ട് കുറച്ച് നേരം മിങ്കിൾ ചെയ്യുന്നതും, പിന്നെ പാരച്യൂട്ട് വെബ് സീരീസിനെ കുറിച്ച് ദീപക് കുറേ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പ്രൊമോഷൻ്റെ വർക്ക് വന്ന കാരണമുണ്ട്, പ്രൊമോഷൻ ആക്ടിവിറ്റി വന്ന കാരണമുണ്ട് ഇവർക്ക് രാവിലത്തെ ഫുഡ് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ തന്നെ, കിച്ചൺ ടീം തന്നെ ഒരു തീരുമാനം എടുത്ത്, ഇനി അവർക്ക് വിശക്കുന്നുണ്ടാവും, നമുക്ക് പെട്ടെന്ന് തന്നെ ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കാം. ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുകയില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അതിനില്ലെങ്കിൽ ഒരു ബ്രെഡും കൂടെ എല്ലാവർക്കും കൊടുക്കാം. ടോസ്റ്റ് ചെയ്തെന്നുള്ള ചുമ്മാ കൊടുക്കാം, അല്ലാതെ വേറൊന്നും കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരാണ്, മുത്തുക്കുമർ വരുന്നുണ്ട്. മുത്തുക്കുമർ ചോദിക്കണം, അതെന്തുകൊണ്ട് നിങ്ങൾ നോ പറഞ്ഞു, അതായത് ചെയ്തു തരാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ കിച്ചൺ ടീമല്ലേ നമ്മളെടുത്തു എന്ന് പറഞ്ഞു. അവർ ഫ്രീ ആയിട്ട് സൗന്ദര്യം ഉണ്ടല്ലോ, സാക്ഷിക ഉണ്ടായിരുന്നല്ലോ, അവരപ്പുറത്ത് ചെയ്യത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അരുൺ പറയുന്നുണ്ട്, നമുക്ക് ഉച്ചത്തേക്കുള്ളത് ഫുഡ് വേഗം റെഡി ആവണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഓൾറെഡി ഞങ്ങൾ പോലും കഴിച്ചിട്ടില്ല, പിന്നെ കഴിക്കാനായിട്ട് 5 പേര് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് പോലും ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അടുത്തൊന്നും ചോദിച്ചിട്ട് വന്നാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കിച്ചൺ ടീമിൽ കയറിയാലേ, മുത്തുക്കുമറൊക്കെ കിച്ചൺ ടീമിൽ കയറിയാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് അതിൽ കഷ്ടപ്പാട് എന്നുള്ളത്. ചുമ്മാ ബ്ലാ അടിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ മഞ്ജരിയും അരുണും കൂടെ നല്ല രീതിയിൽ ആർഗ്യുമെൻ്റ് ആണ്. കൈ എടുത്ത് ഇങ്ങനെ കുമ്പിടുന്ന പോലെയൊക്കെ അരുൺ കാണിക്കുന്നത്. പക്ഷേ റിയ അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ അരുൺ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൈയെടുത്തുക്കുമ്പോൾ കാലേ വീഴുക, അതൊരു കൊള്ളാത്ത ആക്ഷനാന്ന് പറഞ്ഞ് ഒരു പ്രാവണ ലിവിങ് ഏരിയ വെച്ച് പറഞ്ഞിട്ട് അതേ അരുൺ തന്നെയാണ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദീപക്കിന് അത് മഞ്ജരി എതിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കുന്നത് തെറ്റാണ്, അതായത് ആ സമയത്ത് കാണിച്ചത് തെറ്റാണെന്ന് പറയുമ്പോഴത്തേക്ക് ദീപക്കാണ്, ക്യാപ്റ്റൻ അല്ല, ദീപക്കായിട്ട് കുറേ റേസ് ചെയ്യുന്നുണ്ട് മഞ്ജരിയായിട്ട്. സത്യം പറഞ്ഞാൽ അവനവൻ്റെ ഗെയിം കളിക്കാൻ തുടങ്ങിയത് 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓരോരുത്തരുടെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം ദീപക്കും മഞ്ജരിയും കൂടെ ആർഗ്യുമെൻറ്റ് നടക്കുന്നുണ്ട്. മഞ്ജരിയായിട്ടിട്ട് തർഷിക, സത്യ, ശിവ, ജാക്ലിൻ എല്ലാവരും ആർഗ്യുമെൻറ്റ്, അതായത് ഒന്നിച്ച് എല്ലാവരും കൂടെ ഒരു കോർണർ ചെയ്യുകയാണ്. ഒരാൾ തെറ്റ് ചെയ്തില്ലെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് കോർണർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് സൗന്ദര്യക്കുണ്ടായിരുന്നു, റിയയ്ക്കുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേർക്ക് വരെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയ വന്നിരിക്കുക. എന്നിട്ട് ക്യാപ്റ്റനോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇരുന്നപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും സംസാരമായ. അപ്പം സൗന്ദര്യ നമ്മുടെ മഞ്ജരിയോട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മഞ്ജരി ഷട്ടാപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീ ഷട്ടാപ്പ് എന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ എന്നെ വാ മൂടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഷട്ടാപ്പ് പറഞ്ഞതെന്ന് മഞ്ജരി പറയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതാണ് കള്ളത്തരം, മൊത്തം കള്ളത്തരം. ആ മഞ്ജരി എന്ന് പറഞ്ഞാൽ അവിടെ സൗന്ദര്യമായിട്ട് ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ മൊത്തം വഴക്കാണ് കേട്ടോ. കുറേ നേരത്തേക്ക്, എനിക്കൊന്ന് വൈകുന്നേരം വരെ ഈ വഴക്കാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ ടാസ്ക്, അതായത് ആ ഡോൾഡ് ഹൗസിലെ ടാസ്ക്കാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് വന്നിട്ട് ജെഫ്രിയും അരുൺ ഔട്ടായിപ്പെട്ടാണ്. ജെഫ്രിയും സാച്ചനയും ശിവകുമാറുമായിരുന്നു. അപ്പോൾ അവരോട് തിരിഞ്ഞു നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ടാസ്ക് കളിക്കാൻ പറയുന്നുണ്ട്. കളിക്കുമ്പോഴത്തേക്ക് സാച്ചിന ഔട്ടാകുകയാണ്. പിന്നീട് വന്നിട്ട് ജെഫ്രിയും ശിവയാണ്. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പകരം വേറെ 2 പേരെ കളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് വന്നിട്ട് റയാനെയും നമ്മുടെ അരുണിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർ തന്നെ തിരഞ്ഞെടുക്കുവാണ് കേട്ടോ. ഒടുവിൽ അരുൺ വന്ന് എടുത്ത ബൊമ്മ വന്നിട്ട് ജെഫ്രിയുടെ അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജെഫ്രിയാണ് കേട്ടോ ജയിച്ചിരിക്കുന്നത്. നോമിനേഷൻ ഫ്രീ എന്നുള്ള ഒരു കാര്യമാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പം ജെഫ്രിക്ക് അടുത്ത ആഴ്ചത്തേക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പം, അതായത് ശിവ
ദിവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് അരുൺ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജെഫ്രിയുടെ ബൊമ്മ എടുക്കേണ്ടി വന്നതുകൊണ്ട് അരുൺ ഭയങ്കര ഫീലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്ന് ബെസ്റ്റ് പെർഫോമറിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വന്ന് സാച്ചിനും ജെഫ്രിയുമാണ് തിരഞ്ഞെടുക്കുന്നുണ്ട്. ബെസ്റ്റ് പെർഫോമറായിട്ട് റാണവിനും മഞ്ജരിയുമാണ് കേട്ടോ. അവർക്കുള്ള ടാസ്ക് പിന്നെ തരാമെന്ന് പറയുന്നുണ്ട്. IBOയുടെ പാസ്പോർട്ട് വരുന്നു, അതിൽ ദീപക് സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. ജെഫ്രിയുടെയും സാച്ചിൻ്റെയും അവരുടെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് ക്യാമറയിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് വന്നിട്ട് മറ്റുള്ളവരുടെ ബൊമ്മയായിട്ട് കഴിയുക, സംസാരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് റാണവിനും മഞ്ജരിക്കുമാണ് കേട്ടോ ടാസ്ക് കൊടുക്കുന്നത്. നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പോകുന്നതായിട്ട് ത്രൂ ഔട്ടായിട്ട് പോകുന്നതായിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നാളെ സേതുപതി സാറിൻ്റെ എപ്പിസോഡാണ്, നമുക്ക് കാണാം കേട്ടോ.